അഭിവന്യ തേഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി, അഭിവന്യ കൊറിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനി, അഭിവന്യ തിരുമേനിമാരെ, ഏറ്റവും പ്രിയപ്പെട്ട വൈദികരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, മാരാമണ്ണിൻ്റെ ഈ മണൽപ്പുറം വളരെ വിശാലമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളത്തക്ക രീതിയിൽ വിശാലമാണ്. ഈ വിശാലതയിലേക്ക് മൂന്നാമത്തെ തവണയാണ് ഞാനും കടന്നു വരുന്നത്. അതിൻ്റെ ഒരു വലിയ സ്നേഹവും സന്തോഷവും നിങ്ങളോട് എല്ലാവരോടും ഞാൻ അറിയിക്കുകയാണ്. മാരാമൺ കൺവെൻഷൻ പലതുകൊണ്ടും കേരള സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ ഉള്ള ഒന്നാണ്. ഞാൻ ഓർക്കുന്നു, കുഞ്ഞുനാൾ മുതൽ ഈ ഫെബ്രുവരി മാസമൊക്കെ പത്രങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചു വായിക്കാറുള്ള ഒരു കോളം മാരാമൺ കൺവെൻഷൻ്റെ വാർത്തകളായിരുന്നു. ചെറുപ്പത്തിൽ എന്നെ ആകർഷിച്ചത് ഇവിടെ വരുന്ന വിദേശികളായ വചനപ്രഘോഷകരായിരുന്നുവെങ്കിൽ, പിന്നീട് ഇത്രയും ജനം, ഇത്രയും ദിവസങ്ങൾ വചനത്തോടുള്ള ദാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരുമിച്ച് കൂടുന്ന വളരെ വ്യത്യസ്തമായ ഒരു കൂട്ടായ്മ അതെന്നെ ഏറെ ആകർഷിച്ചിട്ടുണ്ട്. വചനത്തോടുള്ള ദാഹം നമ്മളിൽ ഉളവാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവാത്മാവാൽ പ്രേരിതരായാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവാത്മാവ് വിളിച്ചുകൂട്ടിയ ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് ഞാൻ എന്നുള്ളൊരു വലിയ സുരക്ഷിതത്വം ഇപ്പോഴെനിക്കുണ്ട്. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എന്നിലേക്ക് കടന്നു വരുന്നില്ല. ദൈവപിതാവ് ആകർഷിച്ച് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മാരാമൺ കൺവെൻഷൻ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കാര്യം പ്രധാനമായിട്ടും പല സാമൂഹിക തിന്മകൾക്കെതിരെയും ശ്രദ്ധേയമായ നിലപാടുകൾ എടുക്കുവാനും ഭയമില്ലാതെ നിലപാടുകൾ വ്യക്തമാക്കാനുമെല്ലാം വേദിയായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് മാരാമൺ കൺവെൻഷൻ. നമ്മളിന്ന് ഈ സായാഹ്നത്തിൽ സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ഒരു അവബോധം, ഒരു ബോധവൽക്കരണം എന്നുള്ള നിലയിലാണല്ലോ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. നമുക്കറിയാം, മനുഷ്യൻ ഒത്തിരി നന്മയുണ്ട്. നമ്മളിലെല്ലാവരിലും ഒത്തിരി നന്മയുള്ളവരാണ്. നമ്മളത് വിശ്വസിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മളെല്ലാം നല്ല മനുഷ്യരാണ്, നന്മയുള്ളവരാണ്, ദൈവം വില തരുന്ന വ്യക്തികളാണ്. പക്ഷേ അതോടൊപ്പം തന്നെ തിന്മയും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് ഏത് മനുഷ്യനും തിന്മയിലേക്ക് പോകാനുള്ളൊരു വലിയ ചായ്വുണ്ട്. മനുഷ്യനായി ജനിക്കുന്നിടത്തോളം, ജീവിക്കുന്നിടത്തോളം കാലം അതൊരിക്കലും അവനെ വിട്ടൊഴിയുന്നില്ല. അതിനെ പൂർണ്ണമായിട്ട് വിജയിക്കാൻ ഈ ലോകത്തിലൊട്ട് നമുക്ക് സാധിക്കത്തുമില്ല. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിരന്തരമായ ഒരു പോരാട്ടമായി ജീവിതത്തെ കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വലിയ തിന്മകൾ, അപ്രതീക്ഷിതമായ രീതിയിൽ തിന്മകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും അമ്പരന്ന് നിൽക്കുന്നത്. മനുഷ്യന് ഇത്രയും തിന്മ ചെയ്യാൻ പറ്റുമോ? ഇത്രയും ക്രൂരത മനുഷ്യനിൽ നിന്ന് വരുമോ എന്നൊക്കെയുള്ള ഒരു വലിയ വിസ്മയം നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൽ, മനുഷ്യൻ്റെ ഉള്ളിലെ ഈ തിന്മയുടെ ഭാവത്തെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മളിലെല്ലാവരിലും നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. കാരുണ്യം നമ്മളിൽ നിന്ന് കവിഞ്ഞൊഴുകുന്നത് പോലെ തന്നെ സ്വാർത്ഥതയുടെ ഒരു വല്ലാത്ത പ്രലോഭനവും നമുക്ക് നിരന്തരമായിട്ടുണ്ട്. സ്വന്തം കാര്യമൊക്കെ നോക്കി സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു വല്ലാത്ത പ്രലോഭനം അതെന്നുകൊണ്ട് നമ്മൾ കാരുണ്യത്തിൻ്റെ മനുഷ്യരാകുമ്പോഴും നമ്മളറിയാതെ നമ്മളെ ഈ സ്വാർത്ഥതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഒരു ലോകത്ത് തിന്മയും പെരുകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നന്മ ഒരു കൂടാരം പോലെ കുമിഞ്ഞുകൂടുമ്പോഴും തിന്മയും പെരുകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ജാഗ്രത നമുക്കുണ്ടാവേണ്ടതാണ്. പലരും പറയാറുള്ള ഒരു കാര്യമാണ്, 98%, 99% പേര് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പക്ഷേ ഈ രാജ്യത്ത് അഴിമതി ഒട്ടും കുറവില്ല. പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന തന്നെ, കർത്താവെ ഇന്ന് അഴിമതി നടത്താൻ പോവുകയാണ്, നീ ഉപദ്രവിക്കരുത്, ചെക്ക് ചെയ്യാനൊന്നും ആളെ വിട്ടേക്കരുത്,
ആ കഷ്ടകാലന്മാർ ഇവരൊക്കെ ഞങ്ങളുടെ പുറകെ നടപ്പുണ്ട്, ഉപദ്രവിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പം എല്ലാവരുടെയും അല്ല, ഞാൻ പറഞ്ഞ അഴിമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ. സാമാന്യം നല്ല ശമ്പളമൊക്കെ സർക്കാർ കൊടുത്താലും പിന്നെയും ഈ പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൂടെ കിട്ടിയാൽ മാത്രമേ പല കടലാസുകളും നീങ്ങുന്നു പറയുമ്പോൾ അഴിമതി അങ്ങ് കൊടികുത്തി വാഴുകയാണ്. അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ സാധിക്കുന്ന തരത്തിൽ മനുഷ്യൻ നവീകൃതനാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ശ്ലീഹ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യേക മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. പലപ്പോഴും എളുപ്പം ലോകത്തിന് അനുരൂപപ്പെട്ടു പോകാനായിട്ടാണ്. ലോകത്തോടുള്ളൊരു കോംപ്രമൈസാണ് ഏറ്റവും എളുപ്പം. അതുകൊണ്ട് തന്നെ പലപ്പോഴും തിന്മകളോട് സന്ധി ചെയ്യുകയാണ്. എന്നോടൊരാൾ പറഞ്ഞു, എൻ്റെ പിതാവേ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ കാശ് കൊടുത്താലേലും കാര്യം നടക്കും, ഇവിടെ കാശും കൊടുക്കണം കാര്യവും നടക്കില്ല, ഇതിന് പ്രശ്നമാണെന്നാണ് അവർ ചോദിക്കുന്നത്. അതേസമയം ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ കാശ് കൊടുക്കുകയില്ല എന്നൊരു നിലപാടെടുത്താൽ എടുത്തോണ്ട് അവിടെ ഇരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ, കാര്യമൊന്നും നടക്കുകയില്ല. അപ്പം നമ്മൾ പതുക്കെ ഈ തിന്മയോട് സന്ധി ചെയ്യുകയാണ്. നീ കാശ് മേടിച്ചോ, എന്നാലെങ്കിലും എൻ്റെ കാര്യം കൃത്യമായിട്ട് നടത്തി തരണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ തിന്മയോട് സന്ധി ചെയ്യുകയാണ്. അങ്ങനെ തിന്മയോട് സന്ധി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കെങ്ങനെയാണ് സുവിശേഷത്തിൻ്റെ വക്താക്കളാകാനായിട്ട് സാധിക്കുക? പണ്ടൊരിക്കൽ ഒരാൾ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചു, പിതാവ് ചായ കുടിക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചു, എന്താ? ചായക്കകത്ത് ഭയങ്കരമായ സാമൂഹിക അനീതിയുണ്ട്. അതെന്താ? തേയിലത്തോട്ടങ്ങളിലെ പാവപ്പെട്ടവരുടെ ചൂഷണത്തെക്കുറിച്ച് പിതാവിന് അറിയാവോ? ഞാൻ പറയാം, അത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചായ കുടിക്കാൻ പാടില്ല. അവർ ചൂഷണത്തിന് വിധേയപ്പെട്ട് ജോലി ചെയ്തതുകൊണ്ടാണ് പിതാവ് ഇപ്പം ചായ കുടിക്കുന്നത്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല, അതിനകത്തെല്ലാം ചൂഷണമുണ്ട്. അങ്ങനെ നോക്കിയാൽ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും എല്ലാം ചൂഷണം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരേണ്ടി വരും. അതിനെതിരെ നമുക്കൊരു നിലപാടെടുക്കാൻ പക്ഷേ നമുക്ക് പറ്റും. നമ്മളാൽ കഴിയുന്ന രീതിയിൽ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു മനസ്സ് നമ്മളെപ്പോഴും ഓർക്കണം. നമ്മുടെ കർത്താവ് എന്തുകൊണ്ടാണ് 33-ാമത്തെ വയസ്സിൽ, നല്ല പ്രായത്തിൽ കുരിശിൽ മരിക്കേണ്ടി വന്നത്? അവൻ ലോകത്തോട് സന്ധി ചെയ്തിരുന്നെങ്കിൽ, അവൻ കണ്ട തിന്മകളെല്ലാം സാരമില്ല, പോട്ടെ, എന്നെ ബാധിക്കുന്നതല്ലല്ലോ, എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് കരുതി കണ്ണടച്ചിരുന്നെങ്കിൽ അവൻ ഒരു കുഴപ്പമില്ലായിരുന്നു. മിക്കവാറും കർത്താവ് കുരിശുമരണം ഒഴിവാക്കാമായിരുന്നു, വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ ഒരു 102-ാമത്തെ വയസ്സിൽ സമാധാനമായിട്ടൊക്കെ മരിക്കാമായിരുന്നു. പക്ഷേ അവൻ 33-ാമത്തെ വയസ്സിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചതിൻ്റെ കാരണം അവൻ തിന്മയോട് സന്ധി ചെയ്യാൻ തയ്യാറായില്ല. എന്നു മാത്രമല്ല, അവിടുന്ന് അതിനെതിരെ സംസാരിച്ചു, അതിനെതിരെ അവൻ പ്രവർത്തിച്ചു. അവൻ്റെ ആ പ്രവർത്തനങ്ങൾ അനേകർക്ക് അസ്വസ്ഥതയായിട്ട് മാറിയപ്പോഴാണ് അവനെ ഉന്മൂലനം ചെയ്തേക്കാം. അസ്വസ്ഥതയാണ് ഉന്മൂലനം ചെയ്യേണ്ടത്, തിന്മയല്ല. തിന്മയ്ക്കെതിരെ പറയുന്നവനെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ലവുദീക്യയിലെ സഭയ്ക്ക് എഴുതിയ കത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ലവുദീക്യയിലെ സഭയ്ക്ക് എഴുതിയ കത്ത് അതെന്താണ്? ദൂതൻ പറയുന്നത് എന്താണ്? നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല, നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുവഴി ഒഴുകുന്ന ഔഷധ ഉറവകളുടെ ഉറവയിൽ നിന്ന് കുടിച്ചാൽ അത് നല്ല ഒരു അനുഭവമാണ്. ഔഷധ ഉറവകളുള്ള ഇടങ്ങൾ നമ്മുടെ നാട്ടിലൊന്നും ഞാനത് കണ്ടിട്ടില്ല, പക്ഷേ ഔഷധ ഉറവകളുണ്ട്. ഔഷധ ഉറവകളുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്താൽ നല്ല ഒരു ചൂടുണ്ട്, അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു സൗഖ്യം കിട്ടും. പക്ഷേ അത് ഒഴുകി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ലവുദീക്യയിലെത്തുമ്പം അതിൻ്റെ ചൂടും പോയി തണുപ്പും പോയി, ഒരു വല്ലാത്ത അവസ്ഥയാണ്. അന്നേരം അത് കുടിച്ചാൽ അതൊരു വല്ലാത്ത കമർപ്പാണ്. കുടിക്കുന്നവർ അപരിചിതരാരെങ്കിലും അത് കുടിച്ചാൽ അത് വായിൽ നിന്ന് അവർ തുപ്പിക്കളയും. അതേ ഉപമയെടുത്തുകൊണ്ട് ലവുദീക്യയിലെ സഭയോട് ദൂതൻ പറയുകയാണ്, നിന്നെ ഞാൻ ഇതുപോലെ എൻ്റെ വായിൽ തുപ്പിക്കളയാൻ പോകും. കാരണം എന്താ? നിനക്കും ചൂടുമില്ല തണുപ്പുമില്ല, നീ നന്മയുടെ കൂടെയില്ല തിന്മയുടെ കൂടെയില്ല, ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ജീവിതം, ഒരു സന്ധി, എല്ലാത്തിനോടും തിന്മയോട് സന്ധി ചെയ്ത ഒരു വല്ലാത്ത ജീവിതം.
നിന്റെ ജീവിതത്തിൽ വെല്ലുവിളികളൊന്നുമില്ല, നല്ല സുഖകരമായിട്ട് മുന്നോട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ? നീ ആരെയും വെല്ലുവിളിക്കുന്നില്ല, നീ ആരെയും അസ്വസ്ഥപ്പെടുന്നില്ല, നീ നിന്റെ കാര്യമൊക്കെ നോക്കി അത്യാവശ്യം അങ്ങ് പോകുന്നു. അത്യാവശ്യം ഇച്ചിരി കൈക്കൂലിയൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മളങ്ങ് കൊടുക്കുന്നു, കുറച്ചൊക്കെ കണ്ണടച്ചേക്കണമെങ്കിൽ നമ്മളങ്ങ് കണ്ണടയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെങ്ങനെ ക്രൈസ്തവരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും? നിങ്ങൾ ഓർക്കണം, തിരുവിതാംകൂറിൽ അടിമ വ്യാപാരം ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ വന്ന വിദേശ മിഷണറിമാരുടെ മനസ്സിൽ അത് അസ്വസ്ഥതയായിട്ട് മാറുകയും അവർ നിരന്തരം അതിനെ ചോദ്യം ചെയ്യുകയും തിരുവിതാംകൂർ രാജാവിനെ അവർ സ്വാധീനിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അടിമച്ചന്തകൾ നമ്മുടെ നാട്ടിൽ നിർത്തപ്പെട്ടത്. ഇതുപോലെ സതി എന്ന് പറയുന്ന ദുരാചാരത്തിനെതിരെ അനേകം വ്യക്തികൾ പടപൊരുതിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇല്ലാതായി നമ്മൾ വിശ്വസിക്കുന്നു. പൂർണ്ണമായും ഇല്ലാതായോ നമുക്കിപ്പോഴും അറിയില്ല. അങ്ങനെയുള്ള ദുരാചാരങ്ങൾ ഇല്ലാതായത്, സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ആരും ശബ്ദമുയർത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ അനാചാരങ്ങളെല്ലാം ശക്തിപ്പെടുകയാണ്, അതിനോട് അനുരൂപപ്പെട്ട് നമ്മൾ പോവുകയാണ്. അവിടെയാണ് ശ്ലീഹ വീണ്ടും പറയുന്നത്, നമുക്ക് ആവർത്തിക്കാം, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്, മറിച്ച് മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവ സംസ്കാരമുള്ള ചില രാജ്യങ്ങളിലെങ്കിലും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ, നൂറ്റാണ്ടുകളുടെ ക്രൈസ്തവ പാരമ്പര്യമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചെന്നാൽ അവിടെ മനുഷ്യാവകാശങ്ങൾ ഏറെയുണ്ട്. അവിടെ വലിയ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ വിദ്യാഭ്യാസമുണ്ട്, ആതുര ശുശ്രൂഷയുണ്ട്. അവിടെ ആരെങ്കിലും കിടപ്പാടമില്ലാതെ കിടന്നാൽ അവർക്ക് കിടന്നുറങ്ങാൻ ഓരോ കൊച്ചു പട്ടണത്തിലും സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആരും, ഒരു മനുഷ്യനും ആ മനുഷ്യൻ്റെ മഹത്വം കൈവെടിഞ്ഞ് ജീവിക്കാൻ പാടില്ല എന്നുള്ള ഒരു തത്വത്തിലേക്ക് ആ രാജ്യങ്ങളൊക്കെ, ഇന്നവ ക്രൈസ്തവ രാജ്യങ്ങളാണെന്ന് അംഗീകരിക്കുന്നില്ലെങ്കിലും അവരൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനം ഈ ബൈബിളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ബൈബിള്, സുവിശേഷം, അത് അവരെ സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ സാമൂഹികമായ അനീതികൾ ഇല്ലാതായതും, പൂർണ്ണമായിട്ടില്ലാതായെന്നല്ല, അതിൻ്റെ ഘടനകളെ തകർത്തതും, എല്ലാവർക്കും സമത്വം കൈവന്നതും, മനുഷ്യന് വില കൈവന്നതുമെല്ലാം, മനുഷ്യന് വില കൊടുക്കുന്ന സംസ്കാരങ്ങൾ. നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ ഒത്തിരി പേര് യൂറോപ്പിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ. യൂറോപ്പിൽ ചെന്നാൽ അവർക്ക് വലിയ സാമ്പത്തികമായ സുരക്ഷിതത്വം കിട്ടുന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അവരിങ്ങനെ ജീവിതകാലം മുഴുവൻ ലോണിങ്ങനെ അടച്ചടച്ച് അങ്ങ് ജീവിച്ചു പോവുകയാണ്. അവർക്കൊന്നും വലിയ മിച്ചം വെക്കാനായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ അവരാരും തിരിച്ചു വരാൻ സാധ്യതയില്ല. കാരണം അവിടെ അവരനുഭവിക്കുന്ന മനുഷ്യൻ്റെ മഹത്വവും വിലയും വളരെ വലുതാണ്. നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത വല്ലാത്ത ഒരു സ്വാതന്ത്ര്യവും മഹത്വത്തോടെയുള്ള ഒരു ജീവിതവും അവർക്കവിടെ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഈ സുവിശേഷത്തിൽ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട ആ രാജ്യങ്ങളുടെ ഭരണഘടനയാണ്. അവിടെ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും അനുഭവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഏറ്റവും മിടുക്കരായ ചെറുപ്പക്കാർ വിദേശങ്ങളിലേക്കൊക്കെ പോയി തിരിച്ചു വരാത്തപ്പോൾ നമുക്കൊരു വലിയ ദുഃഖമാണ്. കാരണം നമ്മുടെ സമൂഹങ്ങൾക്കാണ് അതിൻ്റെ നഷ്ടം, നമ്മുടെ നാടിനാണ് അതിൻ്റെ നഷ്ടം. പക്ഷെ അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? മാന്യമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അവർക്കവിടെ അന്തസ്സായിട്ട് മഹത്വത്തോടു കൂടി ജീവിക്കാവുന്ന സാഹചര്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്കവരെ ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. മറിച്ച് നമ്മുടെ നാട്ടിൽ അതിന് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. നമുക്കറിയാം, ഇവിടെ ഒരാൾ ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയാൽ അവൻ്റെ പിന്നാലെ നടന്ന് അവൻ്റെ കയ്യിൽ നിന്ന് പിരിവും മേടിച്ച് അവനെ കൊണ്ട് സർവമാന കാര്യങ്ങളും സ്പോൺസർ ചെയ്യിച്ച് എങ്ങനെയെങ്കിലും അവൻ്റെ കാര്യം തീരുമാനമാക്കുകയാണ്. വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് ഓരോ വ്യക്തികളെയും തള്ളിവിടുന്ന സാഹചര്യങ്ങൾ. അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സംഘടനകളാണെങ്കിലും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിക്കൊണ്ട് അവരെയൊക്കെ ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ, ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എത്ര പേരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടണം, എത്ര പേരുടെ മുമ്പിൽ ചെന്ന് കുനിഞ്ഞു നിൽക്കണം. ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ ആ ആത്മാഭിമാനമുള്ള മനുഷ്യര് നമ്മുടെ സമൂഹത്തിൽ വളരുമെന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇതൊക്കെയാണ് സാമൂഹികമായ അനീതിയുടെ സാഹചര്യങ്ങളോട് നമ്മൾ സന്ധി ചെയ്യുമ്പോൾ, അത് കുഴപ്പമില്ല, സാരമില്ല, എന്നെ തൊടുന്ന പ്രശ്നമല്ലല്ലോ, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സാമൂഹികമായ അനീതികളോട് സന്ധി ചെയ്യുമ്പോൾ
നമ്മൾ ഒരിക്കലും സുവിശേഷത്തിൻ്റെ പ്രകാശം ജീവിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഈ അടുത്ത നാളിൽ ഒരു പുസ്തകം കണ്ടു, ദ ബുക്ക് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ്, ലോകത്തെ മാറ്റിമറിച്ച പുസ്തകം. ഞാൻ നോക്കിയപ്പോൾ അത് ബൈബിളിനെ കുറിച്ചാണ്. ലോകത്തെ മാറ്റിമറിച്ച പുസ്തകം ബൈബിളാണ്. കാരണം ഏതെങ്കിലും ഒരു സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ്റെ മഹത്വം അവിടെ വളർന്നിട്ടുണ്ടെങ്കിൽ, മനുഷ്യാവകാശങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അടിസ്ഥാനമായിട്ട് നിന്ന പുസ്തകമാണ് ഈ ബൈബിൾ, ദൈവത്തിൻ്റെ വചനം. 7 ideas that changed the world എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ബൈബിളിലെ 7 ആശയങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചതെന്ന് പറയുന്നുണ്ട്. ആദ്യത്തേത് മനുഷ്യൻ്റെ വിലയാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന അടിസ്ഥാന ബോധ്യം കൊടുത്തപ്പോൾ, നീ മൃഗതുല്യനാണ് എന്ന് നീ കരുതരുത്. ദൈവമാകാൻ സാധ്യതയുള്ളവനാണ് നീ. ദൈവികതയിലേക്ക് വളർന്നു വരാൻ സാധ്യതയുള്ളവനാണ് നീ. അതുകൊണ്ടാണല്ലോ സഭാപിതാക്കന്മാർ പറയുന്നത്, നമ്മളെ ദൈവികരാക്കാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി. അത്രമാത്രം വിലയുള്ളവനാണ് നമ്മൾ എന്നുള്ള രീതിയിൽ മനുഷ്യൻ്റെ വിലയെ ഏറ്റവും ആദ്യമായിട്ട് ചരിത്രത്തിൽ ഊന്നിപ്പറഞ്ഞത് നമ്മുടെ ഈ സുവിശേഷമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ലെന്നും, ചില പുരുഷന്മാർ മറ്റു ചില പുരുഷന്മാരെക്കാൾ താഴെയാണെന്നും, സർവമാന സ്ത്രീകളും മറ്റു പുരുഷന്മാരെക്കാളും താഴെയാണെന്നും ഒക്കെ പഠിപ്പിച്ച മഹാനായ അരിസ്റ്റോട്ടിലിൻ്റെ സംസ്കാരത്തിലാണ് എല്ലാവരും ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് സ്ത്രീയും പുരുഷനും സമത്വമുള്ളവരാണെന്ന് പഠിപ്പിക്കുന്ന ബൈബിൾ കടന്നു വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സുവിശേഷം ലോകത്തെ മാറ്റിമറിച്ച വഴികൾ വളരെ വിസ്മയകരമാണ്. മനുഷ്യജീവന്റെ വില, അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം മനുഷ്യാവതാരം, ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി അവതരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നമ്മളെ മഹത്വത്തിലേക്ക് നയിക്കണമെങ്കിൽ നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ പുത്രൻ ഈ മനുഷ്യനായിട്ട് അവതരിച്ച് നമ്മുടെ സർവമാന സാഹചര്യങ്ങളിലും പങ്കുപറ്റി നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് അവിടുന്ന് കുരിശിൽ യാഗമായെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാണ്? നമുക്ക് എത്രമാത്രം വിലയാണ് നമ്മുടെ പ്രിയപ്പെട്ട ദൈവം തരുന്നത്. സ്നേഹപിതാവായ ദൈവം നമ്മളാരും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാതെ, ഒരുവനും നശിച്ചു പോകാൻ ആഗ്രഹിക്കാതെ നമുക്ക് വേണ്ടി സ്വപുത്രനെ നൽകണമെങ്കിൽ എന്തു വിലയുള്ളവനാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ നമുക്കിങ്ങനെ വിലയുള്ളവനും വിലയില്ലാത്തവനെന്ന് തരംതിരിക്കാനാവുമോ? ഈ നമ്മുടെ നാട്ടിലെ ജാതി വ്യവസ്ഥയൊക്കെ മാറണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ജാതിയുടെ പേരുള്ള ഉച്ചനീചത്വങ്ങൾ മാറണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സുവിശേഷമാണ്. അതെല്ലാം മനുഷ്യർക്കും, എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരലാണ്. അത് മാത്രമാണ് പരിഹാരമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ മനുഷ്യൻ്റെ വിലയെക്കുറിച്ചുള്ള ആ ധ്യാനവും ബോധ്യവും അത് ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചു. മനുഷ്യന് കുറച്ചുകൂടെ പ്രാധാന്യം കിട്ടി. മനുഷ്യനെ മൃഗതുല്യനായിട്ട് കരുതുന്ന സാഹചര്യങ്ങൾ മാറി. അടിമ വ്യവസ്ഥിതിയൊക്കെ മാറിയത് മനുഷ്യൻ ബൈബിള് വായിച്ചു തുടങ്ങിയ പിന്നെയാണ്. എന്നോടൊരാൾ പറഞ്ഞു, പിതാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ക്രിസ്ത്യാനികളിലും അടിമ വ്യാപാരമൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, ക്രിസ്തുവിന് ശേഷവും അടിമ വ്യാപാരം നടത്തിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു, എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു, സുഹൃത്തെ, അന്നൊന്നും ഞങ്ങൾ ബൈബിൾ വായിച്ചിരുന്നില്ല. ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മളിത് നിർത്തി. ഇത് തെറ്റാണെന്ന ബോധ്യമുണ്ടായപ്പോൾ അത് നിർത്തി. അതിനെതിരെ പോരാടാനായിട്ട് തുടങ്ങി. നിർത്തുക മാത്രമല്ല, ചെന്ന ഇടങ്ങളിലെല്ലാം അടിമ വ്യാപാരത്തിനെതിരെ പോരാടാനായിട്ട് തുടങ്ങി. ഞങ്ങളുടെ ഒരു കന്യാസ്ത്രീ, റാണി മരിയ എന്ന് പറയുന്ന കന്യാസ്ത്രീ, ഇൻഡോറിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ രക്തസാക്ഷിയായി കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവരെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു. അവൾ എന്തുകൊണ്ട് ഒരു ഓടുന്ന ബസ്സിൽ നിന്ന് ബസ് തടഞ്ഞു നിർത്തി അവളെ വലിച്ചിറക്കി അവളെ കുത്തിക്കൊന്ന് അവിടെ ഒരു വലിയ പുണ്യപ്രവൃത്തിയായിട്ട് അത് അവതരിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൾ അവിടുത്തെ ആ ഗ്രാമത്തിൽ നിലനിന്ന സാമൂഹികമായ അനീതികളോട് പടപൊരുതി. അതുകൊണ്ടാണ് അവൾ ആരോടും മിണ്ടാതെ അത്യാവശ്യം സുവിശേഷമൊക്കെ പറഞ്ഞ് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയൊക്കെ നടത്തി, സാരമില്ല ചേട്ടാ പോട്ടെ എന്ന് പറഞ്ഞ് പോന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു സുവിശേഷം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളോട് സന്ധി ചെയ്യാനായിട്ടാവില്ല, അല്ലെങ്കിൽ നിർവികാരമായിട്ട് നോക്കി നിൽക്കാനാവില്ല എന്നുള്ളൊരു ചിന്തയിൽ അവൾ പോരാടാനായിട്ട് ഉറച്ചതുകൊണ്ട്
അവൾ രക്തസാക്ഷിയായിട്ട് മാറുകയാണ്. ജീവൻ നഷ്ടപ്പെടുകയാണ്. നമ്മൾ ഭീരുക്കളായിട്ട് ജീവിച്ച് ജീവൻ രക്ഷിക്കുന്നതിൽ എന്താണ് അർത്ഥം? ധൈര്യമുള്ളവൻ ഒരു പ്രാവശ്യം മാത്രമേ മരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഭീരുക്കൾ ജീവിതത്തിൽ മുഴുവൻ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ധൈര്യമുള്ളവൻ ഒരു പ്രാവശ്യം മാത്രമേ മരിക്കുകയുള്ളൂ. അവനെ തകർക്കാനായിട്ട് അത്ര എളുപ്പമല്ല. അവൻ നല്ല ആർജവത്വത്തോടെ ജീവിക്കും. പക്ഷേ ഭീരുക്കൾ പലരെയും ഭയപ്പെട്ട് അവൻ ജീവിക്കുന്നത് കൊണ്ട് ഭീരുക്കൾ പല പ്രാവശ്യം മരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ദിവസം പല പ്രാവശ്യം മരിക്കുകയാണ്. അവൻ മിണ്ടാതിരിക്കേണ്ടി വരുന്നു. അവൻ തിന്മയോട് സന്ധി ചെയ്യേണ്ടി വരുന്നു. രണ്ടാമത്തെ ലോകത്തെ മാറ്റിമറിച്ച ആശയമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത് സ്ത്രീകളുടെ വിലയാണ്. ഞാൻ പറയുകയുണ്ടായി, സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് പുരുഷന് സ്ത്രീക്കില്ലാത്ത മഹത്വമൊന്നുമില്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ സുവിശേഷം ബൈബിൾ. സ്ത്രീകളുടെ വില ഏറ്റവും കൂടുതൽ മാനിക്കപ്പെട്ട സംസ്കാരങ്ങളും ക്രൈസ്തവ സംസ്കാരങ്ങളാണെന്ന് നമുക്കറിയാം. സ്ത്രീകളുടെ ശക്തിയെ ഇന്നും അടിച്ചമർത്തി വയ്ക്കുന്ന സംസ്കാരങ്ങൾ ഉണ്ടെന്നുകൂടി തിരിച്ചറിയുക. അവിടെയാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടുവന്നതിൽ ക്രൈസ്തവികതയ്ക്ക് വലിയ ഒരു പങ്കുണ്ട്. മൂന്നാമതായിട്ട് കാരുണ്യത്തിൻ്റെ ശുശ്രൂഷകൾ. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള ഒരൊറ്റ വചനം. പ്രിയപ്പെട്ടവർ, ഈ ലോകത്ത് കാരുണ്യത്തിൻ്റെ എത്രമാത്രം ഉറവകൾ പുറപ്പെടുവിച്ചു. എത്രയോ കൂട്ടായ്മകളുണ്ടായി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഇന്നും ക്രൈസ്തവ സമൂഹം ലോകത്തെമ്പാടും ആദരിക്കപ്പെടുന്നത് നമ്മൾ നടത്തുന്ന കാരുണ്യ ശുശ്രൂഷകളിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും തെരുവുകുട്ടികൾ അലഞ്ഞു നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, തെരുവുകുട്ടികൾ മൂലമുള്ള സാമൂഹികമായ തിന്മകൾ കുറയുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ നന്ദി പറയേണ്ടത് ക്രൈസ്തവ സഭകൾ ആരംഭിച്ച ബോയ്സ് ഹോമുകളോടും ഗേൾസ് ഹോമുകളോടുമൊക്കെയാണ്. ആ അലഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം ഒരു ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്കെല്ലാം നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പൊതുസമൂഹത്തിന് തിരിച്ചു കൊടുക്കുന്ന ശുശ്രൂഷ ചെയ്തത് നമ്മളാണ് എന്ന അഭിമാനപൂർവ്വം നമുക്ക് തിരിച്ചറിയാം. അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങളെയും മാനസികമായ രോഗമുള്ള കുഞ്ഞുങ്ങളെയും ഒക്കെ ദത്തെടുക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ച ഒരു വിശ്വാസവും ക്രൈസ്തവ വിശ്വാസമാണ്. ഒരു കുഞ്ഞും അനാഥനാകരുത് എന്നുള്ളൊരു ചിന്തയിൽ അനാഥരെ ദത്തെടുത്ത് വളർത്തണമെന്നുള്ള വലിയ ബോധ്യം നൽകിയതും ക്രൈസ്തവ വിശ്വാസമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ഈ കൊച്ചു കേരളത്തിലേക്ക് നോക്കിയാലും ഈ ശുശ്രൂഷകളുടെ എല്ലാം പയനിയേഴ്സ് ക്രൈസ്തവ സമൂഹങ്ങളാണ് എന്ന് തിരിച്ചറിയണം. അവിടെയാണ് ഈ സുവിശേഷത്തിൻ്റെ, ഈ വിശ്വാസത്തിൻ്റെ ശക്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നാലാമതായിട്ട് നീതി ജലം പോലെ ഒഴുകട്ടെ എന്നുള്ള ആ വചനത്തിൻ്റെ ചുവട് പിടിച്ച് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിച്ചതും ഈ ക്രൈസ്തവികതയിൽ നിന്നാണ്. ഏറ്റവും ആദ്യം ഹ്യൂമൻ റൈറ്റ്സ് എന്ന പദം തന്നെ ഉപയോഗിച്ചത് തെർത്തുല്യൻ, 2-ാം നൂറ്റാണ്ടിലെ സഭാപിതാവായ തെർത്തുല്യനാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ക്രൈസ്തവ വിശ്വാസത്തോട് ഏറ്റവും ഉൾച്ചേർന്ന ഒന്നാണ് ഈ മനുഷ്യാവകാശങ്ങൾ. അതുകൊണ്ടാണ് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്ത് ഒരിക്കലും നമുക്ക് ഈശോയെ കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. അവിടുന്ന് പീഡിപ്പിക്കപ്പെടുകയാണ്. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്ത് അവിടുന്ന് പീഡിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ ഒരു രാജ്യത്ത് നിന്ന് അവിടെ എത്തിയ അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങണിയിച്ച് പ്ലെയിനെ കയറ്റി നാട് കടത്തുന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന നമുക്ക് ധാർമ്മിക രോഷമുണ്ടാകുന്നതിൻ്റെ കാരണം ഒരു മനുഷ്യനാണോ, അവന് അടിസ്ഥാനപരമായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ആരും പ്രവർത്തിക്കാനായിട്ട് പാടില്ല. എത്ര നല്ല ലക്ഷ്യങ്ങളോടുകൂടിയാണെങ്കിലും പ്രവർത്തിക്കാനായിട്ട് പാടില്ല എന്നുള്ള ഒരു ചിന്തയാണ് അതുകൊണ്ടാണ് അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുവാൻ, അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ സഭയെന്നും തയ്യാറാകുന്നത്. അഭയാർത്ഥികൾ മനുഷ്യാവകാശങ്ങളുള്ളവരാണ്. ഒരു മനുഷ്യനായിട്ട് ജനിച്ചോ അവന് അവകാശമുണ്ട്, അവനൊരു സ്പേസ് ഉണ്ട്. ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനൊരു ഇടം ദൈവം കരുതി വെക്കുന്നുണ്ട്. ആ ഇടം അവനിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്നതോ ആ ഇടം അവന് നിഷേധിക്കുന്നതോ ഏറ്റവും വലിയ പാപമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അത് ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചു. ഈ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള വലിയ അവബോധം ക്രൈസ്തവ രാജ്യങ്ങളെ മനുഷ്യാവകാശത്തിൻ്റെ മുന്നണി പ്രവർത്തകരാക്കി എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെയാണ് അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്ന സാമൂഹിക ഘടനകളും. ചിലയിടങ്ങളിൽ
അഭയാർത്ഥി പ്രവാഹം കണ്ട് നമ്മൾ മനസ്സലിയുമ്പോൾ അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്ന സാമൂഹിക ഘടനകളെ നമ്മൾ മറന്നുപോകുന്നുണ്ട്. അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്ന സാമൂഹിക ഘടനകൾ എന്താണ്? സ്വന്തം ഇടത്ത് സ്വന്തം മനുഷ്യരെ തന്നെ, സ്വന്തം സഹോദരങ്ങളെ പീഡിപ്പിച്ച് അവർക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കൈവശമാക്കിയിട്ട് അവരെ ഓരോ വണ്ടിയെ കയറ്റി ഏതോ സ്വപ്ന ലോകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അതും അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്ന പാപകരമായ ഘടനകളാണ്. ചിലപ്പോഴൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ കാട്ടുന്ന ആ ഉത്സാഹം അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്ന ഘടനകളെ തിരുത്താനായിട്ട് കാട്ടുന്നില്ല എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവർ പറയും അതിനവർക്ക് നിയമമില്ല എന്നാണ് പറയുന്നത്. അഭയാർത്ഥികളെ സ്വീകരിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് നിയമമുള്ളൂ. അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്ന ഘടനകൾക്കെതിരെ പോരാടാനൊന്നും നിയമമില്ല. അതാണ് അവരുടെ ക്രൈസ്തവമായ ഒരു ചൈതന്യം. അതുപോലെ സ്വതന്ത്രമായ ഇച്ഛ, അതും ഏറ്റവും ഊന്നി പറഞ്ഞത് സുവിശേഷമാണ്, ബൈബിളാണ്. 2 കൊരിന്തോസ് 3:17 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അത്രയും നാളും വിധിയാണ്, എല്ലാം വിധിയാണ്. ഞാൻ അനീതിയിൽ കഴിയണമെങ്കിൽ ഇത് വിധിയാണ്. അതുകൊണ്ട് ഈ അനീതിക്കെതിരെ ഒന്നും പോരാടണ്ട എന്ന് കരുതി അടിമത്തത്തിലും പീഡനങ്ങളിലും വേദനകളിലും കഴിഞ്ഞ തലമുറകൾ നമുക്കുണ്ടായിരുന്നു. നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നവര് ഇവിടെ അടിമത്തത്തിൻ്റെ ചങ്ങലകൾ സൃഷ്ടിച്ചപ്പോൾ അത് നമ്മുടെ വിധിയാണ് എന്ന് പറഞ്ഞ് അതിന് കീഴ്വഴങ്ങിയ ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. അവിടെയാണ് സ്വതന്ത്രമായ ഇച്ഛയുള്ളവനാണ് മനുഷ്യൻ, വിധിക്ക് കീഴ്വഴങ്ങേണ്ടവനല്ല എന്നുള്ള വലിയ ഒരു ആശയം ബൈബിൾ അവതരിപ്പിക്കുന്നത്. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ജീവിക്കുവാനും അവന് സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും എല്ലാം അവന് സാധിക്കും. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും മക്കളാകുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ചതും സുവിശേഷമാണ്. 6ാമത്തെ ആശയമായിട്ട് ലോകത്തെ മാറ്റിമറിച്ച ബൈബിളിൻ്റെ ആശയമായിട്ട് പറയുന്നത് ലൈംഗിക ധാർമ്മികതയാണ്. തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4:3 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്, അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും സാധാരണ മനുഷ്യൻ്റെ ലൈംഗിക ജീവിതത്തിൽ ക്രമം കൊണ്ടുവരുന്നത് ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ സമൂഹങ്ങളുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഏക ഭാര്യാവ്രതമൊക്കെ നിർബന്ധിതമാകുന്ന ഒരു സമൂഹം ക്രൈസ്തവ സമൂഹമാണ്. അങ്ങനെ കുടുംബ ജീവിതത്തെ സഹായിക്കത്തക്ക രീതിയിൽ, കുടുംബം എന്താണെന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കത്തക്ക രീതിയിൽ സാമൂഹികമായ ഘടനകളിൽ പൊളിച്ചെഴുത്ത് വരുത്തിയത് ക്രൈസ്തവ വിശ്വാസമാണ്. അത് നമുക്ക് അഭിമാനകരമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ലൈംഗികമായ ഒരു ധാർമ്മികത പാലിച്ച് ജീവിച്ചില്ലെങ്കിൽ നീ ലൈംഗികമായ സുഖത്തിൻ്റെ പിന്നാലെ പോവുകയും അത് നിന്നെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും എന്നുള്ള ഒരു വലിയ ബോധ്യം കൊടുത്ത് അവൻ്റെ ഇച്ഛകളെ നിയന്ത്രിച്ച് ലൈംഗികമായ വിശുദ്ധി പാലിച്ചുകൊണ്ട് കുടുംബജീവിതം പാലിക്കുവാൻ, കുടുംബത്തിൽ വിശ്വസ്തയോടെ ജീവിക്കുവാനൊക്കെ മനുഷ്യനെ പഠിപ്പിച്ചതും ക്രൈസ്തവ വിശ്വാസമാണ്. 7ാമതായി ശരിയായ യുക്തിബോധവും ശാസ്ത്രചിന്തയും മനുഷ്യനിൽ വളർത്തിയതും ബൈബിളാണെന്ന് ഈ ഗ്രന്ഥകാരൻ സമർത്ഥിക്കുന്നുണ്ട്. മനുഷ്യന് യുക്തിബോധമുണ്ട്. ആ യുക്തിബോധത്തെ, യുക്തിവാദത്തെ അല്ല കേട്ടോ, യുക്തിബോധത്തെ മാനിച്ചത്, ശാസ്ത്രത്തിൻ്റെ യുക്തിയൊക്കെ മാനിച്ചത് ക്രൈസ്തവ വിശ്വാസമാണ്, അല്ലെ ബൈബിളാണ് എന്ന ഒരു വലിയ ചിന്ത കൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ക്രൈസ്തവ യൂണിവേഴ്സിറ്റികളിലാണ് ആദ്യത്തെ വലിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെല്ലാം നടക്കുന്നത് എന്ന് നമുക്കറിയാം. ഗലീലിയോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പോലും ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഒരിക്കലും മതവും ശാസ്ത്രവും വിഭജിക്കാവുന്ന ഒന്നല്ല എന്നും ശരിയായ ആത്മീയതയിൽ ആഴ്ന്നുകൊണ്ട് തന്നെ ശാസ്ത്രത്തിൻ്റെതായ നേട്ടങ്ങളുടെ പിന്നാലെ പോകാമെന്നും ഒക്കെ പഠിപ്പിച്ച് ശരിയായ ശാസ്ത്രചിന്ത, ശാസ്ത്രം വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നതും ക്രൈസ്തവ സമൂഹങ്ങളാണ്. നമ്മുടെ പുരാതനമായ യൂണിവേഴ്സിറ്റികളുടെ ചരിത്രം പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. തത്വശാസ്ത്രത്തിൻ്റെ ഫാക്കൽറ്റിയുടെ വികാസമായിട്ട് കടന്നു വന്ന ശാസ്ത്ര വിജ്ഞാന മേഖലകളും പിന്നീട് അതിൽ ഉണ്ടായ
വലിയ ഗവേഷണങ്ങളുമെല്ലാം. അങ്ങനെയെല്ലാം നോക്കുമ്പോൾ സൃഷ്ടവസ്തുക്കളിലൂടെ മനുഷ്യന് ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതിയെ മനസ്സിലാക്കാമെന്നും, സൃഷ്ടവസ്തുക്കളിലൂടെ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതിയെ മനസ്സിലാക്കുമ്പോൾ സൃഷ്ടവസ്തുക്കളുടെ സാധ്യതകളെ അവന് വളർത്താമെന്നും എല്ലാമുള്ള ഒരു ബോധ്യം കൊടുക്കുന്നത് ഈ ബൈബിളാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സൃഷ്ടവസ്തുക്കളിലൂടെ മനുഷ്യൻ തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതിയാണ്. ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വചനം നമ്മളെ നല്ല മാനുഷികതയുള്ള, മാനവികതയുള്ള ഒരു സമൂഹമായി, ദൈവികതയുള്ള ഒരു സമൂഹമായി വളരുവാൻ ഏറെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ലോകത്തെ രൂപപ്പെടുത്തിയത് ഈ സുവിശേഷമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ സുവിശേഷം എല്ലായിടങ്ങളിലും പ്രഘോഷിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷം എല്ലായിടങ്ങളിലും പ്രഘോഷിക്കപ്പെടണം. മനുഷ്യൻ അവൻ ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തത്തിൽ ആഴ്ന്നു കിടക്കുകയാണെങ്കിൽ, അവന് സ്വാതന്ത്ര്യം വേണമെങ്കിൽ അവൻ യഥാർത്ഥ രക്ഷകനായ ഈശോ മിശിഹായെ തിരിച്ചറിയണം. മാർത്തോമാ സഭ നടത്തുന്ന ഈ സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. മിഷൻ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അനേകർ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അഭിമന്യ തിരുമേനി എന്നോട് പറയുകയുണ്ടായി. ഞാൻ നിങ്ങളെല്ലാവരെയും ഏറെ ആദരവോടുകൂടി കാണുകയാണ്. സുവിശേഷ പ്രഘോഷണം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമായിട്ട് കാണാൻ സാധിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിന് തന്നെ വലിയ ഒരു സംഭാവനയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മളൊരു മതത്തിലേക്ക് ആളെ കൂട്ടുന്നവരല്ല, നമ്മളൊരു സംസ്കാരത്തെ വളർത്തുന്നവരാണ്. ഈ പറയുന്ന മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യവും മനുഷ്യൻ്റെ വിലയും സ്ത്രീകളുടെ സമസ്തവും യുക്തിബോധവും ശാസ്ത്രചിന്തയും ഇതൊക്കെ വളർന്നു വരുന്നത് ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാകുമ്പോഴാണ് അതെല്ലാം സമഗ്രമായ ഒരു വളർച്ചയിലേക്ക് നമ്മളെ നയിക്കുന്നത്. ദൈവമില്ലാത്ത യുക്തിബോധവും ദൈവമില്ലാത്ത ശാസ്ത്രചിന്തയും നമ്മളെ നമ്മുടെ നാശത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. കാരണം സുവിശേഷം കേട്ട് ആ സുവിശേഷം ജീവിക്കാൻ മനുഷ്യൻ തയ്യാറാകുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്ന വ്യത്യാസം, അവൻ ഈ സാമൂഹിക തിന്മകളിൽ നിന്നെല്ലാം അകലും. അവന് ഒരിക്കലും അഴിമതി ചെയ്യില്ല, അവൻ ഒരിക്കലും സഹോദരങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് പോവില്ല, അവൻ ഒരിക്കലും അക്രമ പ്രവർത്തനങ്ങൾക്ക് പോവുകയില്ല, അവൻ ആരുടെയും മേൽ ആധിപത്യം പുലർത്താനായിട്ട് പോവില്ല. എന്നു മാത്രമല്ല, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താൻ അവൻ തയ്യാറാവുകയാണ്. നമുക്കറിയാം, മനുഷ്യനെ ബലി കഴിക്കുന്ന സംസ്കാരങ്ങളുടെ ഇടയിലാണ് സുവിശേഷം കടന്നു വരുന്നത്. മനുഷ്യനെ ബലി കഴിക്കുന്ന സംസ്കാരങ്ങളുടെ ഇടയിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണെന്ന വലിയ സദ്വാർത്തയുമായിട്ടാണ് ഈ ബൈബിൾ കടന്നു വരുന്നത്. അതത്ര എളുപ്പമായിരുന്നില്ല സ്വീകരിക്കപ്പെടാൻ. പക്ഷെ സ്വീകരിക്കപ്പെട്ട സംസ്കാരങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടു. അതുപോലെ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ആ വ്യത്യാസം, സ്ത്രീക്ക് പുരുഷന്റെ അത്രയും വിലയില്ലെന്ന് കരുതി അവളെ മാറ്റി നിർത്തിയിരുന്ന ഒരു സംസ്കാരം രൂപപ്പെട്ടിടത്താണ് ഇവരെല്ലാം ഒരുപോലെയാണെന്നും ഇവർക്കെല്ലാം ഒരേ വിലയാണുള്ളതും സമത്വമുണ്ടെന്നുമൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാനായിട്ട് സുവിശേഷത്തിന് സാധിച്ചത്. ജനിതക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തുന്നതാണ്, ഇല്ലായ്മ ചെയ്യുന്നതാണ് നല്ലത്, അബോർഷൻ നടത്തുന്നതാണ് നല്ലതെന്നൊക്കെ നമ്മളെ ഉപദേശിക്കുന്ന ഒരു സംസ്കാരത്തിലാണ്. ജനിതക വൈകല്യമുള്ള കുഞ്ഞാണെങ്കിലും അവനൊരു മനുഷ്യ ശിശുവാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യത്തിലുമാണ് എന്ന് കരുതി അവനെ സ്വീകരിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുന്നത് പ്രിയപ്പെട്ടവരെ വലിയ ഒരു വിപ്ലവകരമായൊരു മാറ്റമായിരുന്നു. അതിലൂടെ സംഭവിച്ചത് എന്താണ്? മനുഷ്യൻ്റെ ജീവന് വലിയ വില ലഭിക്കുകയാണ്, മനുഷ്യൻ്റെ ജീവൻ ആദരവ് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഗർഭസ്ഥ ശിശു തുടങ്ങി അവസാന ശ്വാസം വലിക്കുന്ന ഒരു മനുഷ്യൻ വരെ വിലപ്പെട്ടവനാണ്. നമ്മൾ ഈ മേഴ്സി കില്ലിങ്ങിനെയും യൂത്തനാസിയായും ഒക്കെ അതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ന്യായീകരിക്കാനാവുന്നതല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെതാണ് മനുഷ്യജീവൻ, ദൈവമാണ് ജീവന്റെ അധിപൻ, അതിൽ കൈവയ്ക്കാനായിട്ട് എനിക്ക് അവകാശമില്ല. ഇപ്പോൾ പ്രോഗ്രസീവാണെന്ന് കരുതുന്ന സംസ്കാരങ്ങൾ നമ്മുടെ ഇന്ത്യയിലേക്കുമൊക്കെ അത് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. എന്താണ്? ദയാവധത്തിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുകയും അതിനെയെല്ലാം മഹത്വവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതികളെല്ലാം കടന്നു വരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ എത്ര പേരുടെ ജീവിതം ഇനി നഷ്ടപ്പെടുമെന്ന് നമ്മൾ ഇനി കാണാനേ ഉള്ളൂ. ദയാവധം അനുവദിക്കപ്പെട്ട രാജ്യങ്ങളിലൊക്കെ എത്രയോ പേർ അതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നു, അതിൻ്റെ പേരിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നൊക്കെ. അവിടെയാണ് മനുഷ്യജീവൻ
അതിൻ്റെ ഏറ്റവും ആദ്യത്തെ നിമിഷം മുതൽ അവസാനത്തെ നിമിഷം വരെ ദൈവത്തിൻ്റെ മാത്രം സ്വത്താണെന്ന്, ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാനാവുള്ളൂ എന്നുള്ള വലിയ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ദൈവമനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന വചനവും, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാനായിട്ട് നിങ്ങൾ തടയേണ്ട, ഈ ശിശുവിനെ പോലെ ഉള്ളവനാണ് ദൈവരാജ്യത്തിൽ എല്ലാവരെക്കാളും വലിയവനെന്ന് എന്നൊക്കെ പറയുന്ന നമ്മുടെ കർത്താവ്, കുഞ്ഞുങ്ങൾക്കും വിലയുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ സുവിശേഷം. കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും വില കൊടുക്കാത്ത ഒരു സംസ്കാരത്തിലാണ് ഒരു കുഞ്ഞിനെ പിടിച്ച് നടുക്ക് നിർത്തിയിട്ട് കർത്താവ് പറയുന്നത്, ഈ കുഞ്ഞിനെ പോലെ സ്വർഗരാജ്യം സ്വീകരിക്കുന്നവനാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ മിശിഹായിൽ തിരഞ്ഞെടുത്തു. എന്തോരം നന്മ, എന്തോരം വലിയ വിലയാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ വില നഷ്ടപ്പെടുത്തുന്ന, മനുഷ്യ ജീവന്റെ മൂല്യം നഷ്ടപ്പെടുത്തുന്ന എല്ലാത്തിനോടും നമ്മൾ പടപൊരുന്നത്. നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് മദ്യത്തിനും ലഹരി വിമുക്ത കൺവെൻഷനൊക്കെ നടത്തിയെന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. ലഹരിക്കെതിരെ നമ്മൾ പറയുന്നതിൻ്റെ കാരണം, ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെന്തിനാണ് ലഹരിക്കെതിരെ സംസാരിക്കുന്നത്, ഈ ക്രൈസ്തവരെന്തിനാണ് മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പണ്ട് ഗാന്ധിയന്മാരും ഉണ്ടായിരുന്നു മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ. ദൗർഭാഗ്യവശാൽ അവരെല്ലാം മരിച്ചുപോയി. പുതിയതായിട്ട് ഗാന്ധിയന്മാരൊന്നും ഉയർക്കൊള്ളുന്നില്ല. പണ്ട് ഗാന്ധിയന്മാരുടെ കൂടെ കൂടിയാൽ മതിയായിരുന്നു മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്. ഇപ്പോൾ അവരില്ല, ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരവസ്ഥയിലായി. ഇപ്പം നമുക്ക് പോലും താല്പര്യം നഷ്ടപ്പെട്ടു. ഇതൊക്കെ പറഞ്ഞിട്ട് വല്ലോ കാര്യമുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരുന്നേക്കാം എന്നുള്ള സാമൂഹിക തിന്മയോടുള്ള സന്ധിയായി നമ്മുടെ ജീവിതം മാറുകയാണ്. അവിടെയാണ് ഈ ലഹരിയിലൂടെ എന്തേരം ജീവിതങ്ങളാണ് നഷ്ടപ്പെടുന്നത്. മയക്കുമരുന്ന് ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് ഉപയോഗം നമ്മുടെയൊക്കെ സ്കൂളുകളുടെയും കോളേജുകളുടെയും കിലോമീറ്റർ പരിധിയിൽ നമ്മുടെ മാതാപിതാക്കൾ കാവൽ നിൽക്കേണ്ട ദുരവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം വലിയ ഒരു വ്യവസായമാണത്. ലക്ഷക്കണക്കിന് രൂപ ലാഭം കിട്ടുന്ന ഒരു വലിയ വ്യവസായം. ആരെങ്കിലും അത് കളയുമോ? അങ്ങനെയാണ് കുട്ടികളുടെ എല്ലാം കയ്യിൽ. നമ്മുടെയൊക്കെ കുട്ടികൾ, നിഷ്കളങ്കരായ കുട്ടികൾ, പലപ്പോഴും പെൺകുട്ടികൾ ഈ മയക്കുമരുന്നിൻ്റെ കാരിയർമാരായിട്ട് മാറുകയാണ്. മയക്കുമരുന്നിൻ്റെ കാരിയർമാരായിട്ട് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ മാറുമ്പോൾ അവരാണ് പലപ്പോഴും പോലീസിൻ്റെ പിടിയിലൊക്കെ പെടുന്നത്. അവരെ ഉപയോഗിക്കുന്നവരെല്ലാം ഇപ്പോഴും മാന്യന്മാരായി അവരെല്ലാം തിരശ്ശീലയ്ക്ക് പിറകിലാണ്. ഒരു വല്ലാത്ത തിന്മയുടെ സാമ്രാജ്യം സൃഷ്ടിക്കപ്പെടുന്നു. 2024 ഈ കൊച്ചു കേരളത്തിൽ 24,517 മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. പഞ്ചാബ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉള്ള സ്ഥലത്ത്, മയക്കുമരുന്ന് ഉപയോഗമുള്ള ഉണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് കഴിഞ്ഞ വർഷം 9,000 ശിഷ്ടം കേസായിരുന്നെങ്കിൽ നമുക്കതിൻ്റെ ഏതാണ്ട് 3 ഇരട്ടി കേസുകളായിരുന്നു. കേരളത്തിൽ കേസുകൾ കൂടുതലായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ വ്യത്യാസമെന്നൊക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർ മയക്കുമരുന്നിന് അഡിക്റ്റായി അവരുടെ തലച്ചോറ് മന്ദീഭവിച്ച് ഒന്നിനും കൊള്ളാത്തവരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുമ്പോൾ മനുഷ്യൻ്റെ മഹത്വം തന്നെയല്ലേ അത് അവിടെ ഇല്ലാതാവുക? മനുഷ്യൻ്റെ വില അവിടെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് അതിനെതിരെ എന്നും പോരാടാനായിട്ട് ഈ സഭ അതിൻ്റെ മുന്നണിയിൽ തന്നെ ഉണ്ടാവും. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമത്തത്തിനുമൊക്കെ എതിരെ. കാരണം ഈ സാമൂഹിക വിപത്ത് നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ മയക്കുമരുന്നിന് അഡിക്റ്റായി പോകുന്നത് എന്നൊരു ചിന്തയും കൂടി നമ്മൾ നമ്മുടെ ബോധമണ്ഡലത്തെ കൊണ്ടുവരുന്നത് നല്ലതാണ്. എല്ലാവരും ഒന്നും അഡിക്റ്റായി പോകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ചിലരൊക്കെ വളരെ പെട്ടെന്ന് മയക്കുമരുന്നിന് അഡിക്റ്റ് ആകുന്നത്? അവിടെയാണ് നമ്മൾ മറ്റു ചില സാമൂഹിക തിന്മകളിലേക്ക് കടന്നു വരുന്നത്. ദുരുപയോഗിക്കപ്പെടുന്ന ബാല്യങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് 55% കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ പലതരത്തിലുള്ള ദുരുപയോഗങ്ങൾക്ക് പാത്രീഭൂതരാകുന്നു എന്നൊരു കണക്ക് 2011 നമ്മുടെ ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഏതാണ്ട് 50%-ലധികം കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗിക്കപ്പെടുന്നു. ലൈംഗികമായിട്ടോ ശാരീരികമായിട്ടോ പീഡനങ്ങളിലൂടെയോ ദുരുപയോഗിക്കപ്പെടുന്നു. എന്തോ ഒരു ഭീകരമായ ഒരു കണക്കാണത്. 100 കുട്ടികൾ എടുത്താൽ 55 കുട്ടികൾ. നമ്മുടെയൊക്കെ ടൂറിസത്തിൻ്റെയൊക്കെ മറവിൽ
എത്രയോ കുഞ്ഞുങ്ങൾ ദുരുപയോഗിക്കപ്പെടുന്നു, എത്രയോ വലിയ സാമൂഹിക തിന്മകൾ, അതിൻ്റെയൊക്കെ മറവിൽ നമ്മളങ്ങ് അതൊക്കെ ടോളറേറ്റ് ചെയ്ത് വിടുന്നു. അതിനെക്കുറിച്ചൊന്നും ചർച്ചകളില്ല, അതിനെക്കുറിച്ചൊന്നും പഠനങ്ങളില്ലാതെ പോവുകയാണ് നമ്മുടെ നാട്ടിൽ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ എണ്ണം കൂടുകയാണ്. മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ സുരക്ഷിതത്വത്തിൻ്റെ ദൗർലഭ്യമാണ് ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് ഓരോ കുട്ടിയെയും തള്ളിവിടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാതാപിതാക്കളുടെ മദ്യപാനവും മയക്കുമരുന്നും നമ്മുടെ കുട്ടികളെയും അതിലേക്ക് തള്ളിവിടുന്നുണ്ട്. മാനസിക സമ്മർദ്ദം മൂലം ജീവിക്കേണ്ട അവസ്ഥകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് തള്ളിവിടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം സുഹൃത്ത് വലയങ്ങൾ തന്നെയാണ്. കൂട്ടുകാർ കൊണ്ടുപോയി മയക്കുമരുന്നിൻ്റെ ആ വല്ലാത്ത കെണിയിൽപ്പെടുത്തിയതായിട്ട് കരഞ്ഞു പറയുന്ന എത്രയോ മക്കളെ നമ്മൾ കണ്ടു. അവരൊരു പാർട്ടിക്ക് കൊണ്ടുപോയി ആദ്യമായിട്ട് ആ പാർട്ടിയിൽ വെച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, പിന്നീട് അതിന് അഡിക്റ്റായി പോവുകയാണ്, പിന്നെ ജീവിതം മുഴുവൻ താളം തെറ്റുകയാണ്. എത്രയോ പേര് പലപ്പോഴും ആരാണ് യഥാർത്ഥ സുഹൃത്തെന്ന് പോലും തിരിച്ചറിയാനാവാതെ ക്ലേശിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കെങ്ങനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും? അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ വലിയ ഒരു സാമൂഹിക വിപത്ത് ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള മലിനീകരണമാണ്. ഇപ്പോൾ നമുക്ക് ഒരു വലിയ മീഡിയ ആയിട്ടൊന്നും ആവശ്യമില്ല, നമുക്കൊരു ഫോൺ മാത്രം മതി. ഫോൺ എടുക്കുക, വീഡിയോ ഓൺ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പറയുക, എന്നിട്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. ഒരു കുഴപ്പമില്ല, ആർക്കും ആരെക്കുറിച്ച് എന്തും പറയാം. നമ്മൾ ഈ കഴിഞ്ഞ വർഷം യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിക്കപ്പെട്ടതിൻ്റെ പേരിൽ ജീവനൊടുക്കിയ 1-2 വ്യക്തികളെയെങ്കിലും നമ്മൾ കണ്ടുമുട്ടുകയുണ്ടായി. കാരണം അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഇരകളായിട്ട് മാറുകയാണ് മനുഷ്യൻ. ഞങ്ങൾ മെത്രാന്മാരുടെ ഒന്നും കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. ഞങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഇനി ആരും മിച്ചമൊന്നുമില്ല. പിന്നെ അവർക്കെല്ലാവർക്കും ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളാരും മാനനഷ്ടം കേസ് കൊടുക്കാനായിട്ട് കോടതിയിൽ പോകത്തില്ല. കാരണം ഞങ്ങളുടെ ആൾക്കാർ സമ്മതിക്കില്ല, പിതാവ് കോടതിയിലൊന്നും പോയി നിൽക്കേണ്ട, അത് പോട്ടെ അവനോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വിടുക. അതിനും കൂടെ ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മെത്രാനെ കുറിച്ച് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ആകാംക്ഷയാണ്. മലയാളിയുടെ ആകാംക്ഷ പറയാനുമില്ല. അതുകൊണ്ട് തന്നെ അവനതൊന്ന് ക്ലിക്ക് ചെയ്യും, അവൻ ഉടനെ കാശ് കിട്ടും. ആർക്കാണ് ഈ വീഡിയോ ഇട്ടവന് കാശ് കിട്ടും. ഈ യൂട്യൂബിനോടൊക്കെ എനിക്കുള്ള ഒരു അപേക്ഷ, ദയവേത് നിങ്ങൾ ഈ കാശ് കൊടുക്കൽ പരിപാടി ഒന്ന് നിർത്തണം എന്നുള്ളതാണ്. അതോടുകൂടി ഒത്തിരി തിന്മ, ആ മേഖലയിലുള്ള തിന്മ ചിലപ്പോൾ നിന്നു പോകും. പലർക്കും ഇത് വയറ്റിപ്പിഴപ്പാണ്. എന്താണ്? മറ്റുള്ളവനെ കുറിച്ച് ചീത്ത പറയുക, അവനെ അപഹസിക്കുക, അവനെ അപമാനിക്കുക, അവൻ്റെ സൽപ്പേര് കളങ്കപ്പെടുത്തുക, അങ്ങനെ കാശുണ്ടാക്കുക. ഈ കാശ് കൊണ്ടൊക്കെ അവൻ എന്നെ ചെയ്യാനാണ്? കുറേ മനുഷ്യർ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിക്കപ്പെടുകയാണ്, അവകാശങ്ങളില്ലാതെ പോവുകയാണ്. അവരുടെ ശബ്ദം ആർക്കും കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവരൊക്കെ മാനക്കേട് പേടിച്ച് തലയും താഴ്ത്തി ജീവിക്കുന്ന അവസ്ഥകൾ, എത്രയോ സങ്കടകരമായ അവസ്ഥകളാണ് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഇതിലൂടെയൊക്കെ അതേസമയം സാമൂഹിക മാധ്യമങ്ങളുടെ നന്മകളുമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. ടെക്നോളജിയെ ഒന്നും നമുക്ക് കുറ്റം പറയാനാവില്ല. ടെക്നോളജി ഉപയോഗിക്കുന്നവന് നല്ല പരിശീലനം കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അവൻ്റെ മനസ്സാക്ഷി രൂപീകരണം. കുറ്റബോധമില്ലാത്തവൻ, എന്ത് തെറ്റ് ചെയ്താലും ഒരു കുറ്റബോധമില്ലാത്ത മനുഷ്യൻ, ആരെക്കുറിച്ചല്ല എന്തെല്ലാം പറഞ്ഞാലും ഒരു കുഴപ്പമില്ലാതെ മിടുക്കനായിട്ട് ജീവിക്കുന്നവർ, അങ്ങനെ അതങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് കുടുംബം പോറ്റുന്ന മനുഷ്യരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സാമൂഹിക തിന്മകൾ കൂടുതൽ ശക്തിപ്പെടാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയമായ മേൽക്കോയ്മ നേടുന്ന പാർട്ടികൾ, ചില പാർട്ടികളൊക്കെ കോടിക്കണക്കിന് രൂപയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ്ങിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നതെന്ന് ഓർക്കുക. അവരൊന്നും നേരായ കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത്. കാരണം സത്യം അത്ര ആകർഷകമല്ലല്ലോ. സത്യം പറഞ്ഞാലൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയില്ല. എന്തെങ്കിലും കള്ളത്തരമൊക്കെ പറഞ്ഞാലേ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനുഷ്യൻ ശ്രദ്ധിക്കത്തില്ല. ഒരു സ്ഥാപനം എത്രമാത്രം നന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും മനുഷ്യനത് ശ്രദ്ധിക്കുകയില്ല. പക്ഷേ ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും കുഴപ്പം കാട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓടി വന്നത് ശ്രദ്ധിക്കും. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. അതൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തിന്മയുടെ ശക്തികൾ പെരുകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെയൊക്കെ ചെറുപ്പക്കാരുടെ ഇടയിൽ ക്രൂരതയോടും അക്രമത്തോടും വളരുന്ന ഒരു ആരാധനാ മനോഭാവമുണ്ട്. ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ഒരു സിനിമ ഇറങ്ങി, ഞാനത് കണ്ടില്ല, പറഞ്ഞു കേട്ടിടത്തോളം അത് കാണാനും മാത്രമുള്ള
മനക്കരുത്ത് എനിക്കുണ്ടെന്ന് സംശയമാണ്. കാരണം ഒരു ആധുനിക തലമുറയുടെ റെപ്രസെൻറ്റേഷനായിട്ട് വന്ന ഒരു നല്ല സിക്സ് പാക്ക് മസിലൊക്കെയുള്ള ഒരു നായകൻ, ആദ്യത്തെ സീൻ മുതൽ അവസാനത്തെ സീൻ വരെ ഇയാൾ വെട്ടി കൊല്ലുകയാണ് എല്ലാവരെയും. അത് കണ്ട് ചെറുപ്പക്കാർ കൈയടിക്കുന്നു എന്ന് പറയുമ്പോൾ, ഗർഭിണിയായ സ്ത്രീയെ ആക്രമിച്ച് അവളുടെ ജനിക്കാനിരിക്കുന്ന ശിശുവിനെ കൊല്ലുന്ന ഈ മനുഷ്യന്റെ പ്രവൃത്തി കണ്ട് തിയേറ്ററിലിരുന്ന് നമ്മുടെ ചെറുപ്പക്കാർ കൈയടിക്കുമ്പോൾ, പ്രിയപ്പെട്ട മലയാളി സമൂഹമേ, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? ഈ വല്ലാത്ത അക്രമവും ക്രൂരതയും കണ്ട് നമ്മുടെ ചെറുപ്പക്കാർ സിനിമാ തിയേറ്ററിൽ ആരവമുയർത്തുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടുള്ള ആരവമാണ് എന്ന് ചിന്തിക്കാനായിട്ട് ഈ പൊതുസമൂഹം തയ്യാറാകുന്നില്ലെങ്കിൽ അതൊരു വലിയ അക്ഷന്തവ്യമായ അപരാധമാണ് നമ്മുടെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ പറയും. ഇത്തരത്തിലുള്ള സിനിമകൾ ഇനിയും ഇറങ്ങും. കാരണം ആ സിനിമ ബോക്സ് ഓഫീസിൽ കോടിക്കണക്കിന് രൂപ വാരിയെന്ന് കേട്ടു. എനിക്ക് ഒരു കാര്യം ഉറപ്പ്, അടുത്ത വർഷം 2-3 ഇതുപോലെ തന്നെ ഇതിനേക്കാളും വലിയ ക്രൂരതയുമായിട്ട് ഇറങ്ങും. കാരണം ചെറുപ്പക്കാരെ ആകർഷിക്കാൻ ഈ ക്രൂരതയ്ക്ക്, വല്ലാത്ത ക്രൂരതയ്ക്ക് സാധിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് സിനിമാക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇനിയും ആ മേഖലകളിൽ സിനിമകൾ ഇറങ്ങാനാണ് മാധ്യമങ്ങളിലൂടെ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രക്തരൂക്ഷിതമായ അക്രമങ്ങൾക്ക് കൈയടിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു തലമുറയെ വാർത്തെടുക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് യാത്ര എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തിന്മകളിലേക്കൊക്കെ മനുഷ്യൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഞാൻ പറയും. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, സാമൂഹികമായ അരക്ഷിതത്വമാണ്. നമ്മൾ കേരളത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലാണ്. ഇവിടെ മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ പറയും. നമ്മുടെ ബംഗാളിൽ നിന്നൊക്കെ നമ്മുടെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾക്ക് എന്തോ ഒരു മതിപ്പാണ് കേരളത്തെക്കുറിച്ച്. ഇത്രയും കൂലി കിട്ടുന്ന ഒരു സംസ്ഥാനം വേറെ എങ്ങുമില്ല. ഇന്ത്യയിലെ ശരാശരി കൂലിയേക്കാളും 3 ഇരട്ടി കൂലിയാണ് കേരളത്തിൽ കിട്ടുന്നത്. ഇത്രയും വൃത്തിയും വെടുപ്പുമുള്ള മനുഷ്യർ വേറെ എങ്ങുമില്ല. ഇത്രയും നല്ല സംസ്കാരമുള്ളവർ, ഞങ്ങളെ ആരും ആക്രമിക്കുന്നൊന്നുമില്ല. ജോലി ചെയ്താൽ ഞങ്ങളോട് ഇവർക്കെല്ലാം സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെക്കുറിച്ച് നന്മ പറയുന്ന നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ, അവരൊക്കെ നോക്കുമ്പോൾ കേരളം അവർക്ക് ഗൾഫാണ്, സാമ്പത്തികമായിട്ട് ഉയർന്ന ഒരു നാടാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണ് നമ്മൾ. നമ്മുടെ വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാര്, നല്ല കഴിവുള്ളവർ, മിടുക്കര്, ഇവരെല്ലാം നാട് വിട്ടു പോവുകയാണ്. ആ കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂ. ഞാൻ കാനഡയിൽ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ ബിടെക് നാട്ടിൽ പഠിച്ചിട്ട് പോയ ഒരു പയ്യനെ കണ്ടു. അവനവിടെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യാണ്. ഞാൻ അവനോട് ചോദിച്ചടാ, നീ എഞ്ചിനീയർ അല്ലേ, നീ നല്ല മിടുക്കനായ ഒരു കുട്ടിയല്ലേ, നിനക്കെങ്ങനെ ഈ പെട്രോൾ പമ്പിൽ നിനക്കൊരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, സംതൃപ്തി ഇല്ല പിതാവേ, പക്ഷെ കാശുണ്ട്. സംതൃപ്തിയില്ല, നാട്ടിൽ നിന്നാൽ സംതൃപ്തി കിട്ടുമായിരിക്കും, പക്ഷെ കാശ് കിട്ടുകയില്ല. ഒരു എഞ്ചിനീയർക്ക് 20,000 രൂപ ശമ്പളം മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു നാട് ഒരു വല്ലാത്ത പരാജയമല്ലേ പ്രിയപ്പെട്ടവരെ? കഷ്ടപ്പെട്ട് പഠിച്ച നമ്മുടെ കുട്ടികൾക്ക് മാന്യമായ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഒരു സാമൂഹിക വ്യവസ്ഥിതിയിലാണ് നമ്മളെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും കൂടെ പരാജയമല്ലേ? നമ്മുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിനെക്കുറിച്ചൊക്കെ സങ്കടമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും അടുത്ത പ്രാവശ്യം ജയിക്കണമെന്നല്ലാതെ നമ്മുടെ കേരളത്തിലെ തലമുറയെ മാന്യമായിട്ട് കരുതുവാൻ, മഹത്വത്തോടെ ഇവിടെ തന്നെ ജീവിക്കാനുള്ള സാമൂഹിക സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത അവർക്കില്ലാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ ഈ ചെറുപ്പക്കാർ എത്രമാത്രം ചൂഷണങ്ങൾക്ക് ഇരയാകുന്നു. ഞാൻ കാനഡയിൽ തന്നെ പോയപ്പോൾ അവിടെ അവരെന്നെ ഒരു കത്തീഡ്രൽ പള്ളി കാണിക്കാനായിട്ട് കൊണ്ടുപോയി. ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, പിതാവേ അത് കണ്ടോ, ഇവിടുത്തെ ഒരു ടെക്നിക്കൽ സ്കൂളാണ്. എന്നിട്ട് അവരൊന്നുകൂടെ പറഞ്ഞു, നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ കൂടുതലും ചെറുപ്പക്കാർ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂൾ. അപ്പം ഞാൻ പറഞ്ഞു, അതങ്ങനെ ശരിയാകുന്ന, അവർ കോളേജിൽ പഠിക്കാനല്ലേ വരുന്നത്, അവർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനല്ലേ വരുന്നത്, അവർ ഈ ടെക്നിക്കൽ സ്കൂളിലാണോ പഠിക്കുന്നത്? ഉടനെ അവരെന്നോട് പറഞ്ഞു, ശരിയായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല, അവിടെ അഡ്മിഷനൊന്നും കിട്ടത്തില്ല. ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങി യൂണിവേഴ്സിറ്റിയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവർ കയറ്റിവിടുന്നത് ഇങ്ങനത്തെ ഓപ്പൺ സ്കൂളുകളിലേക്കും ടെക്നിക്കൽ സ്കൂളുകളിലേക്കുമൊക്കെയാണ്. പിന്നെ മലയാളി പിള്ളേര് ഒരു ഗുണമുണ്ട്, അവന് മണ്ടത്തരം പറ്റിയാൽ അവൻ ജന്മത്ത് അതാരോടും പറയത്തില്ല. അങ്ങനൊരു ഗുണമുണ്ട്. അതാണ് സാമൂഹികമായ തിന്മയോട് അവൻ സന്ധി ചെയ്യുക. അവൻ കാനഡയിൽ, ഒന്നാമത് അവൻ വീട്ടിൽ
സർവമാന മനുഷ്യരെയും കഷ്ടപ്പെടുത്തി വീടിൻ്റെ ആധാരം പണയം വെച്ച് അപ്പനെ കൊണ്ടും അമ്മയെ കൊണ്ടും ലക്ഷക്കണക്കിന് രൂപ എടുപ്പിച്ചിട്ടാണ് അവൻ കാനഡയ്ക്ക് പോയിരിക്കുന്നത്. അവിടെ ചെന്ന് അവൻ ഉദ്ദേശിച്ചതല്ല അവന് കിട്ടിയതെങ്കിൽ അവൻ മിണ്ടത്തില്ല. മിണ്ടാൻ പറ്റുമോ വീട്ടിൽ? അവൻ എന്നിട്ട് എന്നാ എടുക്കും? സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം പോലും കഴുകാത്തവൻ രാത്രിയും പകലും ഉറക്കളച്ചിരുന്ന് അവൻ അവിടെ ഇവിടെ എല്ലാം ജോലി ചെയ്ത് പണം ഉണ്ടാക്കി എങ്ങനെങ്കിലും ഈ പലിശയെങ്കിലും അടയ്ക്കാനായിട്ട് വീട്ടിലോട്ട് കൊടുത്തു. അവൻ ഒരിക്കലും എനിക്ക് മണ്ടത്തരം പറ്റിയെന്ന് അവൻ്റെ കൂട്ടുകാരോട് പോലും അവൻ പറയത്തില്ല. പിറ്റേ വർഷവും കാനഡയ്ക്ക് കയറി വരുന്ന ആരെങ്കിലും വിളിച്ചാൽ പറയും പോരാനേ അവൻ പറയത്തുള്ളൂ. അതാണ് മലയാളിയുടെ ഒരു ഗുണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ എത്രമാത്രം ചൂഷണത്തിന് വിധേയരാകുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് നല്ല ജോലികൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കണമെങ്കിൽ പ്രൈവറ്റ് മേഖലയൊക്കെ വളർത്തുന്ന ഒരു പ്രത്യയ ശാസ്ത്രം വേണം. നമ്മുടെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അങ്ങനത്തെ ഒരു പ്രത്യയ ശാസ്ത്രം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും സംരംഭം തുടങ്ങിയാൽ ഉടനെ അത് പൂട്ടിക്കാനും അവനേതാണ്ട് ലാഭം ഉണ്ടാക്കാനല്ലേ പിന്നെ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുമോ? അവൻ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നേ എന്ന് പറഞ്ഞ് അവനെ തളർത്താനും അവൻ്റെ പ്രസ്ഥാനം പൂട്ടിക്കാനും എല്ലാം ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് പ്രത്യാശയില്ല. ഞങ്ങൾ എന്നതിനാണ് പഠിക്കുന്നത്? ഞാൻ എൻ്റെ പിള്ളേരോട് പറയും, മക്കളെ നിങ്ങൾ PSC പരീക്ഷ എഴുതണം. പിള്ളേർ പറയുന്നത് എൻ്റെ പിതാവ് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? PSC പരീക്ഷ എഴുതിയാലൊന്നും കിട്ടത്തില്ല. ഒന്നാമത് നമുക്ക് കിട്ടത്തില്ല, നമുക്ക് സംഭരണമില്ല. ഇനിയും കിട്ടിയാലോ അവൻ വിളിക്കുന്നത് നമ്മൾ ചാകാറാകുമ്പോഴായിരിക്കും അവൻ ജോലിക്ക് വിളിക്കുന്നത്. അതിനു മുമ്പ് അവന് വേണ്ടപ്പെട്ടവരെല്ലാം അവൻ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കും. എന്തോ ഒരു വിശ്വാസമാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ ഈ സംവിധാനത്തിൽ. പിന്നെ എങ്ങനെയാണ് അവനിവിടെ നിൽക്കുന്നത്? കൃഷി ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ മുഴുവൻ കാട്ടുമൃഗങ്ങൾ. അതെ, ഇന്നലെയും കാട്ടാന കുത്തിക്കൊന്നു ഒരാളെ. നമ്മൾ കാട്ടാനകളിൽ നിന്നും കാട്ടുപന്നിയൊന്നും അല്ല, അത് ഈ റബ്ബർ തോട്ടത്തിലൊക്കെ പെറ്റി വരുന്ന പന്നികളാണ്. അതൊക്കെ നമ്മുടെ നാട്ടുപന്നികളാണ്. അതിൽ നിന്ന് പോലും മനുഷ്യനെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സർക്കാർ എന്നൊക്കെ പറയുമ്പം അത് സങ്കടം വരും. അത് അവർ പറയുന്നത് ഈ അടുത്ത നാളിൽ ഞാൻ കേട്ടു, കേന്ദ്ര നിയമമാണ്, നാട്ടിൽ പുലി ഇറങ്ങിയാൽ ഉടനെ കമ്മിറ്റി കൂടണം, കമ്മിറ്റി കൂടി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുമ്പം പുലി ഇറങ്ങി മനുഷ്യനെ കൊന്നാൽ അതും അടുത്ത കമ്മിറ്റി വെച്ച് ചർച്ച ചെയ്യണം. ഇങ്ങനെ ചർച്ച ചെയ്ത് നഷ്ടപരിഹാരം കൊടുക്കുക എന്നല്ലാതെ പുലി ഇറങ്ങാതിരിക്കാനുള്ള ഒരു മാർഗവും അവരുടെ കയ്യിലില്ല. കാട്ടുമൃഗങ്ങളെ ഉൾക്കൊള്ളാൻ ആവുന്ന കാടുകളൊന്നുമല്ല നമ്മുടെ കാടുകൾക്ക് ഉൾക്കൊള്ളാൻ ആവാത്തതിലും കാട്ടുമൃഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇഷ്ടംപോലെ ആനയൊക്കെ പെരുകി, കടുവായും പുലിയും എല്ലാം പെരുകി ജീവിക്കുകയാണ്. അവരെല്ലാം പുറത്തോട്ടിറങ്ങുമ്പം അത് തടയാതിരിക്കുന്ന വനപാലകർക്കെതിരെ കേസില്ല. പക്ഷേ എങ്ങാനും ഒരു മനുഷ്യൻ ആ കാട്ടുപന്നിയെ വെടിവെച്ചാൽ അവനെതിരെ കേസാണ്. എന്താണ് ഈ ലോകം എന്ന് നമ്മൾ അത്ഭുതപ്പെടും. കാട്ടുമൃഗങ്ങളിൽ നിന്നും തെരുവ് പട്ടികളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു സാമൂഹിക ഘടനയുള്ളപ്പം നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാനായിട്ടാവുമോ? അവിടെയൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഉണരണം. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങണം. ആർക്കെങ്കിലും വോട്ട് ചെയ്ത് ആരെയെങ്കിലും വിജയിപ്പിച്ച് അങ്ങനെ അങ്ങ് പോകാതെ നമ്മളുടെ പൊതുസമൂഹത്തിൽ വളരെ സജീവമായ ചർച്ചകൾ ഉണ്ടാവണം. എന്താണ് നമുക്ക് വേണ്ടത്? കാരണം വിദ്യാഭ്യാസം നേടിയ ഒരു ജനതയാണിത്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു ജനതയാണിത്. നമ്മളെ ഇതൊന്നും ഇല്ലാത്തവരെ പോലെ പരിഗണിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുപ്പക്കാർ വേറെ വല്ല രാജ്യങ്ങളിലും പോയി അനധികൃത കുടിയേറ്റക്കാരായിട്ട് കരുതപ്പെട്ട് നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ട്രംപ് കയ്യാമം വെച്ച് പ്ലെയിനെ കയറ്റി നാട്ടിലോട്ട് വിടുക എന്നൊക്കെ പറയുന്ന അവസ്ഥ എത്ര ശോചനീയമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവജനങ്ങൾക്ക് പ്രത്യാശ നൽകാനായിട്ട് നമുക്ക് സാധിക്കണം. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും കൃഷി ആദായകരമായിട്ട് കൊണ്ട് നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മിടുക്കരായ ചെറുപ്പക്കാർ കൂടി കൃഷിരംഗത്തേക്ക് തിരിയും എന്നുള്ളതാണ് വാസ്തവം. അതല്ലാതെ വിദേശ പണത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മൾ വീണ്ടും പരാജയങ്ങളിലേക്ക് പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ മാനസിക ആരോഗ്യം കൂടി നമ്മൾ വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ ഈ തിന്മകളിൽ നിന്ന് നമ്മൾ അകന്നു പോകത്തുള്ളൂ. മാനസികമായിട്ട് പക്വതയുള്ളവൻ തെറ്റിൻ്റെ പക്ഷത്ത് പോവില്ല. അവന് തിന്മയും നന്മയും ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ നമ്മുടെയൊക്കെ ഇടയിൽ മാനസിക രോഗങ്ങൾ ഒത്തിരി കൂടുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കാണാതെ പോകരുത്. നമ്മളുടെ ഇടയിൽ വ്യക്തിത്വ പ്രശ്നങ്ങളും മാനസിക രോഗങ്ങളും കൂടുന്നുണ്ട്. നമ്മുടെ ചിന്തകൾ ശരിയല്ലാത്ത രീതിയിൽ വക്രീകരിച്ചു പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം.
അവിടെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കുറച്ചും കൂടെ സ്നേഹ വർത്തമാനമൊക്കെ വേണം, കുറച്ചും കൂടെ നല്ല കാര്യങ്ങളൊക്കെ പറയണം. ഈ നെഗറ്റീവ് കാര്യങ്ങളും പഴയ കാര്യം പറച്ചിലും പിന്നെ ഈ കുറ്റം പറച്ചിലും പിണങ്ങിയിരിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരുകളും വാഗ്വാദങ്ങളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മത്സരങ്ങളും വെല്ലുവിളികളും ഒക്കെ നിർത്തിയിട്ട് നല്ല ഭക്ഷണമാകട്ടോ ഇന്ന് കഴിച്ചതെന്നൊക്കെ പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞ് ജീവിക്കാൻ കൊള്ളാം. നന്നായിരിക്കുന്നു ഇന്നത്തെ ജീവിതം. എല്ലാവരെയും ഒന്ന് ചിരിച്ചൊക്കെ കാണിച്ച് സന്തോഷമായിട്ടൊക്കെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം, ആത്മധൈര്യം കൊടുക്കുന്ന സംഭാഷണം, മക്കൾക്കൊക്കെ നല്ല ആത്മധൈര്യം കൊടുക്കുന്ന സംഭാഷണം. പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും മക്കളെ, പക്ഷെ അതിനെ തരണം ചെയ്യാൻ നിനക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞ് അവനെ പ്രാപ്തമാക്കുന്ന ഒരു സംഭാഷണ ശൈലി, അതെല്ലാം വളർത്തിയെടുക്കുമ്പോൾ തിന്മയെ ചെറുത്ത് നിൽക്കാനുള്ള ധൈര്യവും അറിയാതെ നമ്മുടെ സമൂഹത്തിന് ലഭിക്കുകയാണ്. തിന്മയോട് സന്ധി ചെയ്ത് മിണ്ടാതിരിക്കുന്നതിനേക്കാളും ഭീരുക്കളായി ജീവിക്കുന്നതിനേക്കാളും തിന്മയെ ചെറുത്ത് നിൽക്കാനുള്ള ധൈര്യത്തോടെ ജീവിക്കാൻ ഈ കൂട്ടായ്മകളെല്ലാം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5:24 നമ്മൾ വായിക്കുന്നത് പോലെ നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാല് പോലെയും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.